നമസ്കാരം. സങ്കീർണമായ വിഷയങ്ങളെ നമ്മൾ വളരെ ലളിതമായി ചർച്ച ചെയ്യുന്ന ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ നമ്മുടെ മനസ്സ്, അല്ലേ? അങ്ങനെയുള്ളൊരു മനസ്സിന് ആത്മാനുഭവം എന്നത് ശരിക്കും സാധ്യമായ ഒന്നാണോ? ഇതൊരു ആത്മീയ ഗുരുവിനോട് ചോദിച്ച ചോദ്യമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു വലിയ സംശയം തന്നെയല്ലേ? ഈയൊരു യാത്ര തുടങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. അത് നമ്മുടെ മനസ്സിന്റെ സ്വഭാവമാണ്. ഈ മനസ്സ് ശരിക്കും നമ്മുടെ ഒരു കൂട്ടുകാരനാണോ അതോ ശത്രുവാണോ? ഗുരുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ മനസ്സിന് ഒരു ചെറിയ ഇടം കൊടുത്താൽ മതി. അത് ഒരു സുഹൃത്തിന്റെ വേഷത്തിൽ വന്ന് നമ്മളെ ചതിക്കും. അവസാനം ഒരു ശത്രുവിനെ പോലെ നമ്മളെ തകർത്ത് കളയും. അപ്പോ ശരിക്കും എന്താണ് ഈ മനസ്സ്? ഈ ഗുരുവിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച് മനസ്സിന്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശുദ്ധമാണ്. പക്ഷേ നമ്മുടെ അജ്ഞത, അതായത് അറിവില്ലായ്മ കാരണം അത് അതിന്റെ സ്വഭാവം മറന്ന് ഈ ചിന്തകളുടെയൊക്കെ ഒരു പ്രക്ഷുബ്ധമായ ലോകമായിട്ട് മാറുകയാണ്. ഓക്കേ, അപ്പം മനസ്സാണ് പ്രശ്നക്കാരൻ എന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കും? ഇവിടെയാണ് പ്രശസ്തനായ ആത്മീയ ഗുരു രമണ മഹർഷി വളരെ ലളിതമായൊരു വഴി നമുക്ക് പറഞ്ഞുതരുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായും 2 വഴികളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്ന്, ഞാൻ ആരാണ് എന്ന് സ്വയം ചോദിച്ച് ആഴത്തിൽ അന്വേഷിക്കുക. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ വഴി, എല്ലാം പൂർണ്ണമായി അങ്ങ് സമർപ്പിക്കുക. അതായത് ശ്വാസം നിയന്ത്രിക്കുന്നതടക്കം ഒരുപാട് സങ്കീർണമായ വഴികളൊക്കെയുണ്ട്. പക്ഷേ രമണ മഹർഷി എപ്പോഴും ഊന്നിപ്പറഞ്ഞത് ഈ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിലൂടെയുള്ള അന്വേഷണമാണ് ലക്ഷ്യത്തിലെത്താനുള്ള ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും നല്ലതുമായ മാർഗമെന്നാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ ആത്മവിചാരം അത്ര മികച്ച മാർഗമാകുന്നത്? അത് മനസ്സിലാക്കാൻ വളരെ രസകരമായ ഒരു ഉദാഹരണമുണ്ട്. ഇവിടെ മനസ്സിനെ ഒരു വിരണ്ട കാളയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോ ആദ്യത്തെ വഴി, അതായത് പ്രാണായാമം. എന്താണീ പ്രാണായാമം? ശ്വാസം പുറത്തുവിടുകയും ഉള്ളിലേക്കെടുക്കുകയും പിടിച്ചു നിർത്തുകയുമൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു യോഗ രീതിയാണത്. അപ്പൊ ഇവിടെ 2 വഴികളെയാണ് താരതമ്യം ചെയ്യുന്നത്. ഒന്ന് യോഗ, മറ്റൊന്ന് ജ്ഞാനം. യോഗ എന്ന് പറഞ്ഞാൽ ബലപ്രയോഗത്തിലൂടെയുള്ള നിയന്ത്രണമാണ്. അതായത് നമ്മൾ പ്രാണനെ അല്ലെങ്കിൽ ജീവശക്തിയെ ബലമായി നിയന്ത്രിക്കുന്നു. പക്ഷെ ജ്ഞാനത്തിന്റെ വഴി അങ്ങനെയല്ല. അത് അന്വേഷണത്തിലൂടെ മനസ്സിനെ നേരിട്ട് നിയന്ത്രിക്കലാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന് നോക്കൂ. ജ്ഞാനമെന്ന് പറയുന്നത് ആ വിരണ്ട കാളയ്ക്ക് കുറച്ചു പച്ചപ്പുല്ലൊക്കെ കാണിച്ച് സ്നേഹത്തോടെ മെരുകിയെടുക്കുന്നതുപോലെയാണ്. എന്നാൽ യോഗയോ? അത് ആ കാളയെ ബലം പ്രയോഗിച്ച് പിടിച്ചുകെട്ടാൻ ശ്രമിക്കുന്നതുപോലെയും. ഓക്കെ, അപ്പൊ നമുക്ക് ആ രണ്ടാമത്തെ വഴി, ആത്മവിചാരം, എങ്ങനെയാണ് പ്രായോഗികമാക്കുന്നതെന്ന് നോക്കാം. ഈ ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണത്തിന്റെ രീതി എന്താണ്? വളരെ ലളിതമാണ്. ഈ പരിശീലനത്തെ നമുക്ക് 4 പ്രധാന സ്റ്റെപ്പുകളായിട്ട് കാണാം. ഓരോ സ്റ്റെപ്പും നമ്മളെ ആ സത്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കും. അപ്പോ ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ഞാനല്ല എന്ന് ഉറപ്പിക്കലാണ്. അതായത് ഈ ശരീരം, അത് ഞാനല്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, അതും ഞാനല്ല. ഈ പ്രാണൻ, അതുമല്ല ഞാൻ. എന്തിന്? ഈ ചിന്തിക്കുന്ന മനസ്സുപോലും ഞാനല്ല. അവസാനം വരുന്ന വാസനകൾ മാത്രമുള്ള അജ്ഞത പോലും ഞാനല്ല. ഇതിനെയെല്ലാം നമ്മളങ്ങ് നിരാകരിക്കണം. അപ്പോ ഇതെല്ലാം മാറ്റി നിർത്തിയാൽ ബാക്കിയെന്താ? ഈ പറഞ്ഞതൊന്നും ഞാനല്ലെങ്കില് പിന്നെ ആരാണ് യഥാർത്ഥ ഞാൻ? ഇതാണ് ആ പ്രധാനപ്പെട്ട ചോദ്യം. ഈയൊരു ചോദ്യം നമ്മുടെ മനസ്സിനെ നേരെ അതിന്റെ ഉറവിടത്തിലേക്ക് തിരിച്ചുവിടും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമ്മുടെ മനസ്സിലേക്ക് ഓരോ ചിന്തകൾ വരുമല്ലോ. ആ ചിന്തയുടെ പിന്നാലെ പോകാതെ ഈ ചിന്ത എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കണം. അങ്ങനെ ഓരോ ചിന്തയെയും അത് തുടങ്ങുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിക്കണം. ഇതിനൊരു നല്ലൊരു ഉദാഹരണമുണ്ട്. മനസ്സ് ഒരു കോട്ടയാണെന്ന് വിചാരിക്കുക. ചിന്തകൾ ആ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശത്രുക്കളാണ്. അപ്പോൾ പുറത്തു വരുന്ന ഓരോ ശത്രുവിനെയും നമ്മൾ അപ്പോൾ തന്നെ നശിപ്പിച്ചാല് ഒടുവിൽ ആ കോട്ട മുഴുവനായി നമ്മുടെ കയ്യിലാവില്ലേ? അതുപോലെയാണിതും. ശരി, അപ്പോൾ ഈ പരിശീലനമൊക്കെ ചെയ്ത് ആ കോട്ട പിടിച്ചടക്കിയാൽ എന്ത് സംഭവിക്കും? അവസാനം നമ്മൾ എവിടെയെത്തും? അതാണ് അടുത്തത്. അവിടെയാണ് മോക്ഷം അഥവാ മോചനം. മോചനമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ എവിടെയും നിന്നോ രക്ഷപ്പെടുന്നതായിട്ടാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആരാണ്, നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് തിരിച്ചറിയുന്നതിനെയാണ് ഇവിടെ മോചനമെന്ന് പറയുന്നത്. ഇതൊരു മടക്കയാത്രയാണ്.
നമ്മുടെ ഉറവിടത്തിൽ നിന്ന് പുറപ്പെട്ട ആത്മാവ് വഴിയിൽ എത്രയൊക്കെ തടസ്സങ്ങളിൽ പെട്ടാലും ഒടുവിൽ ആ ഉറവിടത്തിലേക്ക് തന്നെ തിരികെ എത്തും. അതിനെ തടയാൻ ഒന്നിനും കഴിയില്ല. ഈ ഒരു അവസ്ഥയെ വളരെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. അസ്വസ്ഥതകളൊന്നുമില്ലാത്ത മനസ്സോടെ ഈ ഞാൻ എന്ന ബോധം എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിക്കുന്നയാൾ ഒടുവിൽ ആത്മാവിനെ തിരിച്ചറിയുന്നു. ഒരു നദി ഒഴുകി അവസാനം സമുദ്രത്തിൽ ചേർന്ന ഒന്നായി തീരുന്നതുപോലെ ആ പരമമായ സത്യത്തിൽ ലയിച്ചു ചേരുന്നു. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്താണ്? സ്വയം അറിയുക എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനെ അറിയുന്നത് തന്നെയാണ്. നമ്മൾ വേറെ, ഈശ്വരൻ വേറെ എന്ന ചിന്ത അവിടെ ഇല്ലാതാവുന്നു. രണ്ടും ഒന്നാണെന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നു. അവസാനമായി ഒരു ചോദ്യം. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് എല്ലാ ദൈവങ്ങളുടെയും അടിസ്ഥാന യാഥാർത്ഥ്യമെങ്കിൽ പിന്നെ നമ്മൾ പുറത്ത് മറ്റെന്താണ് അന്വേഷിച്ചു നടക്കുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമ്മളിവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ സ്വന്തം വഴി കണ്ടെത്താൻ ഈ ചിന്ത നിങ്ങളെ സഹായിക്കട്ടെ.